ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ മാമിയാണ് ആദ്യം എഴുന്നേറ്റത്. ഞാനും പുറകെ എഴുന്നേറ്റ് വന്നു. എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കുപ്പായമൊക്കെ എടുത്തിട്ടുകൊണ്ട് കുറേ നേരമൊക്കെ നിന്നു. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മോനുകുട്ടൻ എഴുന്നേറ്റ് വന്നു. പിന്നെ സവാളയൊക്കെ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞൊക്കെ തന്നു. പിന്നെ നമ്മൾ ചിക്കനും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നേ. ബീഫ് റോസ്റ്റ് ചെയ്യാം, ചിക്കൻ കറിയാക്കാം, രാവിലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം എന്നാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ അടുപ്പയിലാക്കി ഒരു 8:30 ആയപ്പോഴത്തേക്കെല്ലാം റെഡിയായി. പക്ഷേ ഞാനൊരു കഷ്ണം കേക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു. എനിക്ക് വിശപ്പുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ അടുക്കലോട്ട് പോയതാണ്. അപ്പോൾ അവിടെ 2 ചക്ക റെഡിയായിട്ട് നിൽക്കുന്ന കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ നോക്കി നിർത്തിയേക്കും. അപ്പോൾ മാമി വന്നതുകൊണ്ട് മാമിയെ കൊണ്ട് ഒരു ചക്ക ഇടിയിച്ചു. അപ്പോൾ അത് വിളഞ്ഞിട്ടില്ലെന്നൊക്കെ അമ്മ പറഞ്ഞതാണ്. ഞങ്ങൾ കൊതി പിടിച്ചു അതങ്ങ് അടർത്തിയിട്ടു. അത് ഉച്ചയ്ക്ക് വേവിക്കാമെന്ന് വിചാരിച്ചു. മോനുകുട്ടനും മാമിയും കൂടെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കാന്താരിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. 2 ഓമയ്ക്ക അടർത്തി. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. കുക്കുവും ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിയും മാമനും അമ്മയും എല്ലാവരും വന്നു. നമുക്ക് ഡൈനിങ് ഏരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാനൊന്നും നടന്നില്ല. ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാവരും കാപ്പി കുടിച്ചു. ക്രിസ്മസിൻ്റെ ലോങ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബീഫ് കറിക്കൊക്കെ കളറ് കുറവാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടി ആയിരുന്നത് കൊണ്ടാണ് നമ്മൾ ഏറെ ഇട്ട് കളറാക്കി എടുക്കാഞ്ഞത്. എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം, സമയമുണ്ടല്ലോ. അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് മാമി അങ്ങ് പോയി. മാമിക്ക് തീരെ വയ്യാതിരിക്കുക, മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുക, കൈക്ക് വേദനയും തോളിന് വേദനയൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് ജാനിക്കുട്ടി സംസാരിക്കുന്നതിനാണ് കുഞ്ഞോ വഴക്കുണ്ടാക്കുന്നത്. അവന് മാത്രം മിണ്ടണം അതിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഒന്നിച്ചൊക്കെ കിട്ടിയതല്ലേ. അത് കഴിഞ്ഞ് മാമിയെ കൊണ്ടുവിടാൻ മാമനും അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചക്കയൊക്കെ വെട്ടിപ്പെറുക്കി എടുക്കുന്നുണ്ട്. മുത്തുമണി വിളിച്ചു, അവനോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഒരു വാഴക്കൂമ്പ് കിട്ടിയത് ഞാനങ്ങ് തോരൻ വെച്ചു, മോരേറിയാക്കി. അപ്പോഴത്തേക്ക് ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നു. വിളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, എന്നാലും നല്ലതുപോലെ വെന്ത് കിട്ടി. കുക്കറിനകത്താണ് നമ്മൾ ചക്ക വേവിച്ചെടുത്തത്. ഉച്ചക്കലത്തേടെ എല്ലാം റെഡിയായി. എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. മാമിക്കും മാമനും ഉള്ളത് കുക്കുൻ്റെ കൊടുത്തു വിട്ടു. പിന്നെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് 4 മണിയുടെ ചായയുടെ സമയമൊക്കെ ആയപ്പം പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് ദൈവം അനുവദിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നു പോയി. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ വളരെ സ്പെഷ്യലാണ് പ്രിയങ്ങളെ. കാരണം എന്താ വെച്ചാൽ 2016 ഒരു ക്രിസ്മസ് എൻ്റെ മോനുകുട്ടനുമായിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ്. നെഞ്ചിലൊരു നെരിപ്പോടെ എരിയുക എന്നൊക്കെ പറയത്തില്ല, ആ അവസ്ഥയായിരുന്നു അന്ന്. RCCയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാൻ കുറച്ച് ദിവസം കൂടി ബാക്കി നിൽക്കുകയായിരുന്നു ആ ക്രിസ്മസ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വളരെ പ്രഷ്യസ് ആണ് ഓരോ നിമിഷവും എന്നുള്ളത്. സന്ധ്യയ്ക്ക് ദേ അമ്പലത്തിൽ ആകാശദീപക്കാഴ്ചയായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് അത്താഴമൊക്കെ കഴിച്ച് കിടന്നു.